എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് സെലീനിയം ഓട്ടോമേഷൻ ഫ്രെയിംവർക്ക് പാർട്ട് 2 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്യാതെ TestNG വെച്ച് ടെസ്റ്റ് കേസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. പ്രീ-റിക്വസൈറ്റ് ആയിട്ട് വേണ്ടത് TestNG Eclipse പ്ലഗിനാണ്. ഈ 4 ടെസ്റ്റ് കേസുകളായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോവാം. ഞാൻ SRC ടെസ്റ്റ് ജാവയ്ക്കകത്ത് ഒരു പുതിയ പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ടെസ്റ്റ് കേസുകൾ എപ്പോഴും നമ്മൾ സോഴ്സ് ഫോൾഡറായ SRC ടെസ്റ്റ് ജാവയ്ക്കകത്താണ് എഴുതുന്നത്. ഞാൻ ഈ പർട്ടിക്കുലർ സോഴ്സ് ഫോൾഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ന്യൂ പാക്കേജ് com.test എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ഈ പാക്കേജിനകത്ത് ഒരു ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്വാഗ്ലാബ്സ് ടെസ്റ്റ് എന്ന് പേര് കൊടുത്തു. ഫിനിഷ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് കേസായ ലോഗിൻ എന്ന ബട്ടൺ ഈ പർട്ടിക്കുലർ ലോഗിൻ പേജിൽ ഉണ്ടോ എന്നുള്ളത് വെരിഫൈ ചെയ്യാൻ പോവുകയാണ്. ഞാനൊരു TestNG ടെസ്റ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. @test എന്നുള്ള അനോട്ടേഷൻ എഴുതി പബ്ലിക് വോയിഡ് ലോഗിൻ ബട്ടൺ ടെസ്റ്റ് എന്ന് മെത്തേഡിന് പേര് കൊടുത്തു. Ctrl+Shift+O യൂസ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ വെബ് ഡ്രൈവറിന്റെ ഒരു ഒബ്ജക്റ്റ് റെഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. വെബ് ഡ്രൈവർ ഈക്വൽ ടു ന്യൂ ഫ്രോം ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഏത് URL ആണോ ഓപ്പൺ ചെയ്യേണ്ട ആ URLന്റെ ലിങ്ക് ഇവിടെ കൊടുക്കുക. ഡ്രൈവർ ഡോട്ട് ഗെറ്റ് ഇതാണ് നമ്മുടെ ടെസ്റ്റ് URL sourcedemo.com. അത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം വിൻഡോ മാക്സിമൈസ് ചെയ്യാനുള്ള കോഡ് എഴുതാം. ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് വിൻഡോ ഡോട്ട് മാക്സിമൈസ്. ഇനി നമുക്ക് ബട്ടൺ അസേർട്ട് ചെയ്ത് നോക്കാം. assert ഈക്വൽസ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. ആദ്യമേ നമ്മൾ പാസ് ചെയ്യേണ്ട ആക്ച്വൽ വാല്യൂ ആണ്. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് നമുക്ക് ഈ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണം. ഈ ലോഗിൻ ബട്ടന്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. ID എന്ന ലൊക്കേറ്റർ ഉണ്ട്. അതിന്റെ വാല്യൂ ലോഗിൻ ഹൈഫൻ ബട്ടൺ ആണ്. അത് നമുക്ക് കോപ്പി ചെയ്യാം. ബൈ ഡോട്ട് ഐഡിയുടെ വാല്യൂ ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഡോട്ട് ഈസ് ഡിസ്പ്ലേഡ് എന്നൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് കോൾ ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ട്രൂ ആണ്. അത് നമുക്ക് എക്സ്പെക്റ്റഡ് വാല്യൂ ആയിട്ട് കൊടുക്കാം. ആക്ച്വൽ വാല്യൂ ഇതാണ്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യാം. റൺ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ ബട്ടൺ ഡിസ്പ്ലേ ആയിട്ടുണ്ടെങ്കിൽ ഈ ടെസ്റ്റ് കേസ് പാസ് ആവും. നമുക്ക് ക്ലോസ് ചെയ്യാൻ കൂടെയുള്ള കമാൻഡ് എഴുതാം. ഡ്രൈവർ ഡോട്ട് ക്ലോസ്. റൺ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. എക്സിക്യൂഷൻ സ്റ്റാർട്ടായി. ടെസ്റ്റ് കേസ് പാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്റൻസ്ലി ഒന്ന് ഫെയിൽ ചെയ്യിപ്പിച്ച് നോക്കാം. കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഫോൾസ് മാറ്റി വീണ്ടും നമുക്ക് ട്രൂ തന്നെയാക്കാം.
ഇനി നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് കേസ് എഴുതാം. നെക്സ്റ്റ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോഗിൻ ബട്ടനെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന അലേർട്ട് മെസ്സേജ് വെരിഫൈ ചെയ്യുന്നതാണ്. നമുക്ക് ആ ടെസ്റ്റ് കേസ് എഴുതാം. ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. നമ്മൾ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാതെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു അലേർട്ട് മെസ്സേജ് വരും. ഈ അലേർട്ട് മെസ്സേജ് ആണ് നമ്മൾ അസേർട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഞാൻ ഈ മെത്തേഡ് കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. അതിനുശേഷം കോഡ് ടെസ്റ്റ് കേസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. ലോഗിൻ ബട്ടൺ ടെസ്റ്റ് എന്നുള്ള പേര് ഞാൻ മാറ്റുവാണ്. ലോഗിൻ ഇൻവാലിഡ് ടെസ്റ്റ് എന്ന് പേര് കൊടുത്തു. അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഡോട്ട് ക്ലിക്ക് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് വരും. ആ അലേർട്ട് മെസ്സേജിന് ടെക്സ്റ്റ് ആണ് നമുക്ക് വെരിഫൈ ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ assert ഈക്വൽസ് എന്നുള്ള മെത്തേഡ് വിളിക്കുന്നു. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്. നമുക്ക് ആ അലേർട്ട് മെസ്സേജിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യാം. നമുക്ക് ഇതിന് നെക്സ്റ്റ് പാത്ത് എഴുതാം. Ctrl+F. h3 എന്നുള്ള ടാഗ് ആണ്. @data test equal to 1 ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ലൊക്കേറ്റർ യൂസ് ചെയ്യാം. ഇതൊരു എക്സ്പാർട്ട് ലൊക്കേറ്റർ ആണ്. py.xpath ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യാം. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഈ ഡബിൾ കോട്ട്സിനുള്ളിൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഇതാണ്. എപ്പിക് സാഡ് ഫേസ് യൂസർ നെയിം ഈസ് റിക്വയർഡ്. അത് കറക്റ്റ് ആയിട്ട് നമുക്ക് അസേർട്ട് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് റൺ ചെയ്യാം. ടെസ്റ്റ് കേസ് പാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് കേസ് എഴുതാം. ലോഗിൻ ചെയ്ത ശേഷം സ്വാഗ് ലാബ്സ് എന്നുള്ള ഹെഡിങ് ആണ് വെരിഫൈ ചെയ്യേണ്ടത്. ഞാൻ ഈ ഒരു ടെസ്റ്റ് മെത്തേഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. സ്വാഗ് ലാബ്സ് ഹെഡിങ് ടെസ്റ്റ് എന്ന പേര് കൊടുത്തു. മെത്തേഡ് എപ്പോഴും മീനിങ് ആയിട്ട് കൊടുക്കണം. മെത്തേഡ് നെയിം നോക്കുമ്പോൾ തന്നെ ആ പർട്ടിക്കുലർ ടെസ്റ്റ് കേസ് എന്താണ് ചെയ്യുന്നത് യൂസറിന് മനസ്സിലാകണം. അങ്ങനെ വേണം നമ്മൾ മെത്തേഡ് നെയിം എഴുതാൻ. ഞാൻ സ്വാഗ് ലാബ്സ് ഹെഡിങ് ടെസ്റ്റ് എന്ന് മെത്തേഡിന് പേര് കൊടുത്തു. അതിനുശേഷം ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഏത് ലൊക്കേറ്റർ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം. യൂസർ നെയിമിന് ID എന്നുള്ള ലൊക്കേറ്റർ ഉണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതേ കോഡ് തന്നെ ഞാൻ നമ്മുടെ കോപ്പി പേസ്റ്റ് ചെയ്യുവാണ്. അതിനുശേഷം നമുക്ക് ലൊക്കേറ്റർ പാസ്വേഡിന് നോക്കാം. പാസ്വേഡിനും ID എന്ന ലൊക്കേറ്റർ അവൈലബിൾ ആണ്.
ഇനി നമുക്ക് യൂസർ നെയിമും പാസ്വേഡും കീസിനുള്ളിൽ പാസ് ചെയ്യാം. യൂസർ നെയിം എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡേർഡ് യൂസർ. പാസ്വേഡ് എന്ന് പറയുന്നത് സീക്രട്ട് സോഴ്സ് ആണ്, secret_source. അത് നമുക്ക് കീസിനുള്ളിൽ പേസ്റ്റ് ചെയ്യാം. ഇനി ലോഗിൻ ചെയ്ത ശേഷം നമുക്ക് സ്വാഗ് ലാബ്സ് എന്ന ഹെഡിങ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യണം. നമുക്ക് മാനുവലി ലോഗിൻ ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് യൂസർ സീക്രട്ട് സോഴ്സ് എന്നുള്ള പാസ്വേഡ് എൻ്റർ ചെയ്യുവാണ്. ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ ഹെഡിങ്ങിൻ്റെ ലൊക്കേറ്റർ ഐഡൻറ്റിഫൈ ചെയ്യണം. ഡു ക്ലാസ് വാല്യൂ ആപ്പ് ലോഗ്, നമുക്ക് എക്സ്പാത്ത് യൂസ് ചെയ്ത് നമുക്ക് ഈ പർട്ടിക്കുലർ ഹെഡിങ്ങിൻ്റെ ലൊക്കേറ്റർ എഴുതാൻ പറ്റും. div എന്നുള്ളതാണ് ടാഗ്. യൂണീക്ക് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, നമുക്ക് ഈ എക്സ്പാത്ത് യൂസ് ചെയ്യാം. assert equals നമ്മൾ ആക്ച്വൽ വാല്യൂ ഇവിടെ കൊടുത്തു. ഇനി നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ ഈ ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കണം. എക്സ്പെക്റ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ഈ പർട്ടിക്കുലർ ഹെഡിങ് ആണ്, അത് നമുക്ക് ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കാം. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് റൺ ചെയ്യാം. ടെസ്റ്റ് കേസ് പാസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടെസ്റ്റ് കേസും കൂടെ നോക്കാം. നെക്സ്റ്റ് ടെസ്റ്റ് കേസ് എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് എന്നുള്ള ഹെഡിങ് വെരിഫൈ ചെയ്യുന്നതാണ്. നമുക്ക് സെയിം മെത്തേഡ് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് മാത്രം വരുത്തിയാൽ മതി. മെത്തേഡിന്റെ പേര് ഞാൻ മാറ്റുവാണ്, പ്രൊഡക്ട്സ് ഹെഡിങ് ടെസ്റ്റ് എന്ന് കൊടുക്കുന്നു. ഇനി നമ്മൾ ആ പ്രൊഡക്ട്സ് എന്ന പർട്ടിക്കുലർ ഹെഡിങ്ങിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നമുക്ക് എക്സ്പാത്ത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പാൻ എന്ന ടാഗിനകത്താണ് പ്രൊഡക്ട്സ് എന്ന HTML കമ്പോണന്റ് ഉള്ളത്. സെപ്പറേറ്റ് ക്ലാസ് എന്നുള്ള ആട്രിബ്യൂട്ട് തന്നെയാണ്, വാല്യൂവിന്റെ പേര് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. വാല്യൂ ടൈറ്റിൽ എന്നുള്ളതാണ്. 1 of 1 ആയിട്ട് ഐഡന്റിഫൈ ചെയ്തു. ഈ എക്സ്പാത്ത് കോപ്പി ചെയ്യാം. അതിനുശേഷം ആക്ച്വൽ പാരാമീറ്ററിന് അവിടെ അത് പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമ്മൾ എക്സ്പെക്റ്റഡ് വാല്യൂ കൊടുക്കാം, പ്രൊഡക്ട്സ്. ഇനി നമുക്ക് ഈ ടെസ്റ്റ് കേസ് റൺ ചെയ്യാം. ആ ടെസ്റ്റ് കേസും പാസ്സായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ ഒരു ഡിസൈൻ പാറ്റേണും ഫോളോ ചെയ്യാതെയാണ് ടെസ്റ്റ് കേസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ അപ്രോച്ചിന് കുറെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോ ഡിസ്കസ് ചെയ്യുന്നതും അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.